Hi friends, welcome back to Kanz. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ്, അഥവാ യൂസർ റിവ്യൂ ആണ്. സാംസങ് ഗാലക്സി ഫ്ലിപ്പ്, അതായത് ഈ കാണുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം, ഇപ്പോൾ ഏകദേശം ഒരു വർഷവും 4 മാസമായി ഈ ഒരു ഫോൺ വാങ്ങിയിട്ട്. ഈ ഒരു ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ ഫ്ലിപ്പ് അല്ലെങ്കിൽ ഫോൾഡിങ് ഫോൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പണ്ട് മുതൽ ഞാൻ അതുപോലുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണുകൾ വാങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മളുടെ നോക്കിയയുടെ ഒരു അടിപൊളി ഒരു ഫോൺ നമ്മൾ വാങ്ങിയായിരുന്നു. 2070 ആണെന്ന് തോന്നുന്നു ആ മോഡൽ നമ്പർ. പക്ഷേ അത് ഫേക്ക് ഫോണായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മളത് റിട്ടേൺ ചെയ്തു. പക്ഷേ ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് ഞാൻ ഇതേവരെ നമ്മളുടെ ചാനലിൽ ഇതിൻ്റെ അൺബോക്സിങ്ങോ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂവും ഇതേവരെ ഇട്ടിട്ടില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കും, ഈ ഫോൺ കൊള്ളാമല്ലോ, ഇത് ഏതാണ് ഫോൺ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ബോഡി കണ്ടിട്ട് നിങ്ങളിത് വെക്കണ്ട, ഇത് ജസ്റ്റ് ഇതിൻ്റെ കവറാണ്. ആദ്യം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് നമ്മളുടെ ഫോൺ. അതായത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മളുടെ പോക്കറ്റിൽ ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഫോണാണ്. ഇപ്പോൾ ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് തന്നെ, ഫോൾഡബിൾ ടച്ച് സ്ക്രീനാണ്, ഫുൾ സ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്, ഇതെങ്ങനെ ഫോൾഡബിൾ ആകുമ്പോൾ പെട്ടെന്ന് കേടാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും എല്ലാവരും. പിന്നെ ഇത് ഒരു വട്ടം അങ്ങനെ താഴെ വീണ് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ടു ബി ഓണസ്റ്റ്, എൻ്റെ കയ്യിൽ നിന്നൊരു 3-4 തവണ ഇത് താഴെ വീണ്, ഒരു പോറൽ പോലും വന്നിട്ടില്ല ഭാഗ്യത്തിന്. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗോൾഡൻ മിറർ കളറാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ ബാക്ക് സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ കവർ എക്സ്പോസ്ഡ് ആവാത്തൊരു സ്ഥലം. ഇവിടെ ഇങ്ങനെ ഇടിച്ച് ഇങ്ങനെ വീഴുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇമ്പാക്റ്റ് വരുള്ളൂ. അല്ലാതെ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു കവർ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് പ്രൊട്ടക്റ്റ് ആയി പോകും. അങ്ങനെ ലക്കിലി 2-3 തവണ ഞാൻ ഈ ഫോൺ താഴെ വീണ് ഇതിനൊന്നും പറ്റാതെ നമുക്ക് ഇതായി. പിന്നെ ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയെക്കുറിച്ച് ആദ്യം തന്നെ പറയാം. അതിനുശേഷം നമുക്ക് സ്പെക്കിലേക്ക് പോകാം. ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിങ്ങനെ എത്ര തവണ റഫായിട്ട് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യും. ഒരു തവണ എനിക്ക് തോന്നുന്നു ഞാനൊരു 100-300 തവണയെങ്കിലും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാറുണ്ട്. ഒരു കൈ കൊണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റും. പക്ഷെ പെട്ടെന്ന് നമ്മുടെ മോട്ടറോള ഫ്ലിപ്പൊക്കെ ഉപയോഗിക്കുന്ന കണക്ക് ഇങ്ങനെ ഒറ്റ ഇതിലാക്കി അങ്ങനെ ഓപ്പൺ ചെയ്യുന്നൊരു ഫോണല്ല. ഇവിടെ മുതൽ അങ്ങടേക്ക് എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്ക് അത് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹിഞ്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ പോർഷനും ഏറ്റവും തുടക്കത്തെ പോർഷനും മാത്രമാണ് ആ ഒരു ഓട്ടോ പ്ലേ ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ എവിടെ വെച്ച് കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ ഇരിക്കും. അപ്പം പിന്നീട് എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഇതിൻ്റെ നടുക്ക് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഇത് കാണാമല്ലോ, ഇതിൻ്റെ ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഭാഗം കാണാമല്ലോ. ഇത് നമുക്ക് വീഡിയോ കാണുമ്പോഴൊക്കെ ഡിസ്ട്രാക്ഷൻ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് സ്ക്രീനാണ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ആദ്യം നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നവും നമുക്ക് പിന്നീട് ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡാവത്തേ ഇല്ല. പിന്നെ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ബാറ്ററി ലൈഫ്. ബാറ്ററി ലൈഫ് ഒരു തവണ ചാർജ് ചെയ്താൽ 2-3 ദിവസം യൂസ് ചെയ്യുന്നവരെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ് ഭയങ്കര ഡിസപ്പോയിൻറ്റ് ആയിരിക്കും. കാര്യം ഒരു ദിവസം നമ്മുടെ നോർമൽ യൂസേജ് ആണെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസമൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊരു പവർ ബാങ്ക് വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ ഇതിൽ യൂട്യൂബ് വീഡിയോ ഒരുപാട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈ ഫോൾഡബിൾ ഫോണിൽ യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടോയെന്ന്. ഇതിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സാംസങ്ങിൻ്റെ വീഡിയോയും ഫോട്ടോയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിന് ചെറിയ ഡ്രോബാക്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കിവിടെ കാണാം, ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു സ്ക്രീൻ നമുക്കിവിടെ കാണാം. ഈ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ക്രീനിൽ നമുക്ക് സമയം കാണാൻ പറ്റും, ചെറിയ ചെറിയ നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ സെൽഫി ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണെങ്കിൽ സെൽഫി നമ്മൾ
എനേബിൾ ചെയ്യുവാണെങ്കിൽ, അതായത് സെൽഫി മോഡിൽ എനേബിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം അതിൻ്റെ ആ ഒരു ക്യാമറ. ഇപ്പം നമുക്ക് ഇവിടെ തന്നെ ആ ഒരു ചെറിയൊരു സ്ക്രീൻ കാണാം, പക്ഷെ അത് വളരെ ചെറിയ സ്ക്രീനാണ്. നമുക്ക് അതിനെ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് നമ്മളുടെ ഫ്രെയിമെന്ന്. അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് യൂസ് ചെയ്യാമെങ്കിലും ഇത് കുറച്ചുകൂടെ ഇവിടെ വലിപ്പമുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.5 വർഷം മുമ്പ് എടുത്ത ഒരു ഫോണായിരുന്നു. അതിനുശേഷം സാംസങ് ഗാലക്സി ഫ്ലിപ്പ് 3 എന്ന് പറയുന്ന ഒരു ഫോൺ വന്നിട്ടുണ്ട്. ആ ഫോണിൽ ഇവിടെ കുറച്ചുകൂടെ വലിപ്പമുണ്ട്, സ്ക്രീനിന് കുറച്ചുകൂടെ വലിപ്പമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഫോൺ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടോ കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ടോ ആയിരിക്കാം ഞാൻ അതിലേക്ക് മാറിയില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് കുറച്ചുകൂടെ ഒരു ഡിസൈൻ വൈസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഡിസൈൻ എന്ന് വെച്ചാൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തായാലും ഈ ഫോൺ കംപ്ലൈൻറ്റ് ഇല്ല, അത് കംപ്ലൈൻറ്റ് ആവുന്നത് വരെ ഇത് യൂസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മാറാം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഫോണിലേക്ക് മാറാതിരുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ സെക്കൻഡറി ഫോണായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഇവനാണ്, ഐഫോണാണ്. അതെ, ഈ ഒരു ഫോണാണ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഐഫോണിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ചില കാര്യങ്ങളിൽ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമുക്ക് ഐഫോണിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ഫോൺ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ആളുകൾക്ക് 2 ഫോൺ യൂസ് ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പം ഈ ഒരു ഫോണിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മറ്റുള്ള സാംസങ് മൊബൈലിലുള്ളതുപോലെ തന്നെ അത്യാവശ്യം നല്ല പ്രീമിയം എന്താ പറയുക ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ഫോണിനുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിരുന്ന ബോക്സ് ഇതാണ്. ഈ കാണുന്ന ചെറിയൊരു ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് വേറൊരു ചെറിയൊരു ബോക്സ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഹെഡ്സെറ്റ് ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. AKGയുടെ ഹെഡ്സെറ്റാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റാണ്. പിന്നെ ഈ ഫോണിൻ്റെ കൂടെ ഒരു ഗുണം കിട്ടിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചാർജർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഫോണുകളുടെ കൂടെ ഒന്നും ചാർജർ ആരും കൊടുക്കുന്നില്ലെന്നാണ് കേട്ടത്. എനിവേ ഇതിൻ്റെ കൂടെ ചാർജറുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ടെക്നിക്കൽ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോകാം. ഇതിപ്പം നമ്മൾ സാധാരണ സാംസങ്ങിൻ്റെ ഫോൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഇത് അതിൽ വരുന്ന ഒട്ടുമിക്ക സോഫ്റ്റ്വെയറുകളും ഇതിലുണ്ട്. പക്ഷേ പ്രീമിയം സാംസങ്ങിൻ്റെ ഫോണുകളിലും പിന്നെ എനിക്ക് തോന്നുന്നു ചില സാംസങ്ങിൻ്റെ ഫോണുകളിൽ അത് കാണാറില്ല, സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ. പക്ഷേ ഇതിന് സ്ക്രീൻ ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഒരു സംഭവം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മുടെ ഈ ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 3300 mAh ബാറ്ററിയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കുറച്ച് സമയം കുറവുള്ളത്. ഇപ്പോൾ ഉള്ള ഫോണുകളൊക്കെ 4000 5000 ഒക്കെ mAh ബാറ്ററിയാണുള്ളത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു സൈസും സംഭവമൊക്കെ വെച്ച് നോക്കുമ്പോൾ 2 ഭാഗത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ബാറ്ററി ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 GB ആണ്. അപ്പോൾ ഞാനിത് എടുക്കുന്ന സമയത്ത് 4000 ദിറംസ് ആയിരുന്നു ഇതിൻ്റെ വില. ഇപ്പോൾ ഇതിൻ്റെ വില ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, 2500 ദിറംസിൽ താഴെയായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പുതിയ മോഡൽ വരുമ്പോൾ പഴയ മോഡലിൻ്റെ വില ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ വില ഭാഗത്തുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റുള്ള പിന്നെ മൊബൈലുകളിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി കൈൻഡ് മാസ്റ്റർ പോലുള്ള ആപ്ലിക്കേഷൻസ് നന്നായി സപ്പോർട്ടാവും. പക്ഷേ ചില സമയത്ത് ഓവർ ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അതായത് നല്ല ഫോൺ നല്ല ചൂടാവും, പക്ഷേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴൊന്നും അത്ര വലിയ പ്രശ്നമില്ല. അപ്പം ഞാനിത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ആക്ച്വലി നമ്മളുടെ DJI ഓസ്മോയുടെ ഈ ഒരു ഗിംബൽ ഉപയോഗിച്ചിട്ടാണ്. ഇത് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ പ്ലഗ് ചെയ്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. കാര്യം ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എടുക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും തുടക്കത്തിലുള്ള 1-2 ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. അതായത് ലോ ലൈറ്റിൽ ഈ കാണുന്ന ഒരു ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ലൈറ്റും അവിടെ ഇല്ല. ഈ വണ്ടിയുടെ ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ആ റിഫ്ലക്ഷൻ ലൈറ്റും ഇത് വെച്ചിട്ട് വൈകുന്നേരം ഒരു 6-7 മണിയായപ്പോൾ എടുത്ത ഫോട്ടോയാണ്. ലോ ലൈറ്റിന് അടിപൊളി പിന്നെ ഫോട്ടോ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാൻ കാണിച്ചു തരാം വേറെ 1-2 ഫോട്ടോസ് വീഡിയോസും ഒക്കെ ഇതിനകത്ത് എടുത്തത്. ഇഷ്ടം പോലെ ഫോട്ടോ നല്ല ക്വാളിറ്റി ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതിനകത്ത് കൂടുതൽ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ ശ്രമിക്കും. ഇതിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു ഫോട്ടോയാണ്. നല്ല ഇവിടെ നമ്മളുടെ പൂന്തോട്ടത്തിൽ ഉള്ള ഒരു ചെടിയാണ്.
അടിപൊളി ക്ലാരിറ്റിയാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം നല്ല ക്വാളിറ്റിയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത്. സൂം ചെയ്തതിൻ്റെയാണ്. അതല്ലാതെ വേറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അമേസിംഗ് ആണ്. ഇപ്പോൾ ഫോൾഡബിൾ എന്നുള്ളൊരു പ്രശ്നമൊന്നും ഇതിന് ഇല്ല. അതായത് ഫോൾഡ് ചെയ്യുന്നതിൻ്റേതായ ഒരു പ്രശ്നവും നമ്മളുടെ ഈ ഒരു ഹിഞ്ചിനോ അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ്സിനോ വരാറില്ല. പിന്നെ നമുക്ക് ഇത് സാംസങ് എന്ന് ക്ലെയിം ചെയ്തിരിക്കുന്ന വേൾഡിലെ ആദ്യത്തെ പിന്നെ ഫോൾഡബിൾ ഗ്ലാസ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ നല്ലൊരു ഫോൺ ആയിരുന്നു അല്ലെങ്കിൽ ആണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ എന്തായാലും പുതിയ പുതിയ മോഡൽസുകൾ വരുന്നുണ്ട്. പക്ഷേ ഫോൾഡബിൾ ഫോൺ എപ്പോഴും ഒരു അട്രാക്ഷനാണ്. കാര്യം അത് ഇപ്പോൾ ഉള്ള ഫോണുകളെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ സൈസ് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആക്കി നമുക്ക് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചോ ഉണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ വീണ്ടും നല്ല വീഡിയോകളായിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ദിസ് ഈസ് സജീവ് സൈനിങ് ഓഫ്. ബൈ.